പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ 2024 വർഷത്തെ കൺവെൻഷനായി കൊണ്ടുവന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ഈ സെക്ഷൻ്റെ അധ്യക്ഷൻ ക്രിസ്തുവിൽ ബഹുമാനവൻ്റെ കൂട്ടുപ്രവർത്തനം കർത്താവിൻദാസ്, നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് അവറുകൾ, പാസ്റ്റർ ജോൺ ജോർജ്, പ്രിയ ബാബു ചായൻ, കേരള സ്റ്റേറ്റിന് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ പാസ്റ്റർ എബ്രഹാം ജോർജ്, പാസ്റ്റർ ഡാനിൽ കൊന്നുനിൽക്കുന്നതിൽ, പാസ്റ്റർ രാജു അനിക്കാട്, ബ്രദർ PM ഫിലിപ്പ്, ബ്രദർ ജെയിംസ് ജോർജ്, എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, സെൻറ്ററുകൾക്കും ഏരിയകൾക്കും ലോക്കൽ സഭകൾക്കും നേതൃത്വം കൊടുക്കുന്ന ദൈവാപ്രത്യന്മാർ, ഈ കൺവെൻഷൻ്റെ കമ്മിറ്റി അംഗങ്ങൾ, കൺവീനേഴ്സ്, ജോയിൻറ്റ് കൺവീനേഴ്സ്, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളാൽ ലഭിക്കുന്ന കൊയറിൻ്റെ സ്നേഹിതൻ പാസ്റ്റർ വിൽസൺ വർക്കി, who is my close friend, my brother and a fellow worker in the Lord's vineyard, greets you this morning. കൂടിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവ മക്കൾ, കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൂടിയെന്ന ഈ ആരാധനയ്ക്കായി കൂടിയെന്ന നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ വീണ്ടും വന്ദനം ചെയ്യുന്നു. എനിക്ക് ഈ മീറ്റിംഗ് നമ്മുടെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് ഈവനിങ്ങിൽ ബാംഗ്ലൂരിൽ എത്തേണ്ടതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. ദയവായി പൊതുയോഗത്തിന് മുൻപേ എന്നെ പോകുവാൻ നിങ്ങൾ അനുവദിക്കണം. അതിനും നന്ദി നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ KC തോമസ് അവർ ഓർപ്പിച്ചു, നമ്മുടെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ മേശയില്ലെങ്കിൽ അതൊരു ആരാധനയല്ല എന്ന് ബഹുമാനായ പാസ്റ്റർ EG മച്ചനപ്പച്ച അവരെ പഠിപ്പിച്ച കാര്യങ്ങളോട് പറയുകയുണ്ടായി. നമ്മുടെ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദ സെൻട്രൽ പോയിൻ്റ് ഓഫ് അവർ വർഷിപ്പ്, നമ്മുടെ ആരാധനയുടെ കേന്ദ്ര ബിന്ദു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. ആ ശുശ്രൂഷയിലേക്ക് നാം എല്ലാവരും കടന്നു വന്നിരിക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും ഓർപ്പിക്കുന്ന ഈ മേശയിലേക്ക് നാം കടന്നു വരികയാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധി ഒരു നിമിഷം അടയ്ക്കാം. നമ്മുടെ കണ്ണുകൾ ക്രൂശിലേക്ക് ഉയരട്ടെ. ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി യാഗമായ, പാപമില്ലാത്തവൻ പാപിക്ക് വേണ്ടി യാഗമാകുന്ന ആ കാഴ്ച നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണട്ടെ. എൻ പേർക്ക് യേശു മാരിച്ചെന്നും ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരും ചേർത്ത് പാടാം. എൻ പേർക്ക് യേശു മാരിച്ചെന്നും ഹല്ലേലൂയ വിശ്വസിക്കുന്നു, പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി, പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. യേശു നമുക്ക് ചേർന്ന് മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു, യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു, പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു
കർത്താവായ യേശു ക്രിസ്തു ചെയ്ത, ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഡൺ ബൈ ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി ആചരിച്ച ഈ ശുശ്രൂഷ, ആചരിക്കുവാനായി നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ, ആദ്യ നൂറ്റാണ്ടിലെ സഭകൾ ആചരിച്ച ഈ ശുശ്രൂഷ, ആചരിക്കുവാനായി നമ്മെ ദൈവം ഏൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. എന്താണ് ഇത് വിളിച്ചറിയിക്കുന്നത്? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ക്രിസ്തു, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട ക്രിസ്തു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് മടങ്ങി വരുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും മടങ്ങി വരുവിനെ ഓർപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാ ആഴ്ചകളും ഈ മേശയെ സംബന്ധിക്കുന്നതുകൊണ്ട് ഈ മേശയുടെ പ്രാധാന്യം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. ഈ മേശയുടെ പ്രാധാന്യവും അർത്ഥവും ഒന്ന് തന്നെയാണ്. ഇതിലെങ്ങനെ നാം കൈനീട്ടുന്നു എന്നുള്ള മനോഭാവമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. എല്ലാ ആഴ്ചയിലും കർത്താവിൻ്റെ മേശ വിശുദ്ധിയോടെ എടുക്കുന്ന ഏതൊരു ദൈവപൈതലും അത് അനുഗ്രഹം തന്നെയാണ്. ഈ മേശ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കേരള സ്റ്റേറ്റിൻ്റെയോ മലബാർ റീജിയൻ്റെയോ മേശയല്ല, ഇത് കർത്താവിൻ്റെ മേശയാണ്. ഈ മേശയിൽ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് എനിക്ക് ലഭിച്ച സമയത്തിന് ഉള്ളിൽ തന്നെ ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ മേശ? നമ്പർ 1, ഇതൊരു സെലിബ്രേഷനാണ്. നാം ആഘോഷിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നൊരു ആഘോഷമാണ്. ഇത് ഒരു സെലിബ്രേഷൻ മാത്രമൊരു താങ്ക്സ് ഗിവിംഗ് ആണ്, നന്ദി പ്രകടനം കൂടിയാണ്. കർത്താവേ, അയോഗ്യനായ എന്നെ യോഗ്യനാക്കുവാൻ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചല്ലോ, നന്ദി കർത്താവേ. നന്ദിയുടെ ഒരു പ്രകടനമാണ്. ദിസ് ഈസ് എ വർഷിപ്പ് യൂണിറ്റി, ഐക്യതയുടെ ഒരു ശുശ്രൂഷയാണ്. പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു, അപ്പം ഒന്നാകൊണ്ട് നിങ്ങളെല്ലാവരും ഒരേ ശരീരമാണ്. ഇതൊരു ഐക്യതയെ കാണിക്കുന്നതാണ്. പാനൽ വ്യത്യാസം ഒന്നുമില്ലാതെ ഐക്യതയോടെ അനുഷ്ഠിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് കർത്താവിൻ്റെ മേശ. 3 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. നമ്പർ 1, ദിസ് ഈസ് എ വർഷിപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ. ഈ മേശയിലെ അപ്പവും വീഞ്ഞും ഇവിടെ ഇരിക്കുമ്പോൾ വാക്കും ഭാഷണവും കൂടാതെ ഒരു വിശദീകരണം ഇത് നടത്തുകയാണ്. ഒരു ദൈവവേദന ഈ മേശയിലേക്ക് നോക്കുമ്പോൾ അപ്പവും വീഞ്ഞും ഇവിടെ കാണുവാൻ കഴിയും. മുന്തിരി ചാറും അപ്പവും ഇവിടെയുണ്ട്. ഇതിന് സംസാരിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ഇത് നമ്മളോട് ചില കാര്യങ്ങൾ വിശദീകരിക്കുമായിരുന്നു. This is a act of worship of explanation. ഇത് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഈ അപ്പവും മേശയും നമ്മോട് പറയുന്നു, പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ ക്രിസ്തു പാപിയായി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ഈ അപ്പം ഓർപ്പിക്കുന്നത് പരിശുദ്ധമായ ശരീരം, തിരുശരീരം പാപിയായി എനിക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ടു. ഈ ഈ മുന്തിരിച്ചാർ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ മനുഷ്യന്റെ പാപത്തെ മായ്ക്കുവാൻ കഴിയാതിരുന്നപ്പോൾ, ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമായി അല്ലാതിരുന്നപ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത രക്തം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ടു. ഈ മേശയിൽ ഈ പാനപാത്രം ഓർപ്പിക്കുന്നു, the pure blood of Jesus was shed on the cross of Calvary for the remission of our sins. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ ശരീരം മാത്രമല്ല, ആ നീളം കാൽവറി ക്രൂശിലെ രക്തവും നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടു. ഈ മേശ അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്കറിയാം,
യേശുക്രിസ്തു പാപം ചെയ്ത മനുഷ്യനെ ദൈവത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ലോകത്തിൻ്റെ ഒരു സൃഷ്ടിയും ഈക്വലൻ്റ് അല്ലാതിരുന്നപ്പോൾ, അതിന് തുല്യമല്ലാതിരുന്നപ്പോൾ പുത്രനായി ക്രിസ്തു പറഞ്ഞു, ഐ വിൽ ഗോ, പിതാവേ ഞാൻ പോകാമെന്ന് പറഞ്ഞ് കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ ജാതനായി മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കയറി. ഇവിടെ ഇരിക്കുന്ന എന്നോട് നിങ്ങളുള്ള ദൈവസ്നേഹം എത്ര ആഴമായിരുന്നു! ഈ പകൽ ആര് ചിന്തിക്കും? അത് വർണ്ണിക്കുവാൻ നാവുകൾ പോരാ. വെറുതെ ഒരു ആചാരമായി ഇന്ന് രാവിലെ ഈ മേശയിൽ ആരും സമ്മതിക്കരുത്. സ്തോത്രം. ഗൗരവത്തോടുകൂടെ ഈ മേശയുടെ പ്രാധാന്യം മനസ്സിലാക്കി മാത്രമേ ഈ മേശയിൽ സമ്മതിക്കാവെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്കായി കാൽവറി ക്രൂശിൽ യാഗമായി നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു. യേശു ക്രിസ്തുവിനെ ആറിടത്ത് വിസ്തരിക്കുന്നതായി നമുക്കറിയാം. ഹെരോദാവും പീലാത്തോസും ഹെരോദാവും വീണ്ടും മടങ്ങി പീലാത്തോസിനെടുക്കൽ ഹന്നവിൻ്റെയും കയ്യഫാവിൻ്റെയും സന്നിധി സംഘത്തിൻ്റെയും നടുവിലുമായി യേശുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി വിസ്തരിക്കുമ്പോഴും ഒരു കുറ്റവും കാണുവാൻ കഴിയാതെ പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് യെരൂശലേമിൽ കൂടെ നടന്നു പോകുമ്പോൾ പച്ച കുരിശ്, ഭാരമുള്ള കുരിശ് വഹിക്കുവാൻ കഴിയാതെ വണ്ണം യേശു ആ കുരിശുമായി എന്നെ നിങ്ങളെ ഓർത്ത്, സ്തോത്രം, ആ യെരൂശലേമിന്റെ തെരുവിൽ കൂടെ പോകുമ്പോൾ സ്നേഹിതരെ, കൂട്ടുവേലക്കാരെ, നമ്മുടെ ഹൃദയം ആ ക്രൂശിലേക്ക് ഉയരട്ടെ. ഭാരമുള്ള കുരിശുമായി എഴുന്നേൽക്കുകയും വീഴുകയും ചെയ്യുമ്പോഴും ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയും എന്നെയും ഓർത്തു ആ സന്തോഷമുള്ള കരങ്ങൾ ഉയർത്തി ഇന്ന് രാവിലെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ സ്നേഹിച്ച സ്നേഹമേ, ആ സ്നേഹത്തിന്റെ ആഴം ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങൾ വരട്ടെ. പീലാത്തോസിനെയും കയ്യഫാവിൻ്റെയും ഹെരോദാവിൻ്റെയും പീലാത്തോസിൻ്റെയും സന്നിധി സംഘത്തിൻ്റെയും മുമ്പാകെയും ഒരു കുറ്റവും ചെയ്യാതിരുന്നവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പാപമില്ലാത്തവൻ, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ദൈവസ്നേഹത്തെ ഉയർത്തുവാൻ നാം ഇന്ന് രാവിലെ ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. തോട്ടത്തിൽ പുത്രനായി ക്രിസ്തു പറയുന്നു, പിതാവേ, എൻ്റെ ഡാഡി, എൻ്റെ അപ്പച്ച, ഫാദർ, ഇഫ് ഇറ്റ് ഈസ് thy will, remove this cup from me. ഈ പാനപാത്രങ്ങളിൽ നിന്ന് നീക്കണമേ. നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ ശക്തീകരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നും ദൂതൻ പ്രത്യക്ഷനായി. അവൻ്റെ വിയർപ്പുകൾ, കർത്താവിൻ്റെ ശരീരത്തിൽ വീണ വിയർപ്പുകൾ രക്തത്തുള്ളി പോലെയായി അതിവേദനയായി ക്രിസ്തു പറയുന്നു, പിതാവേ, ഒരു അപ്പനോട് മകൻ പറയുന്ന പോലെ, പിതാവേ, ഈ ശരീരത്തിന് വേദന സഹിക്കുവാൻ കഴിയുകയില്ല. ഈ വേദന അതികഠിനമായിരിക്കുന്നു. മനുഷ്യനെ രക്ഷിക്കുവാൻ അങ്ങനെ അയച്ചതാണ് പിതാവേ. അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ ഞാൻ തയ്യാറാണെങ്കിലും ഈ ബോഡിയിൽ ഈ പെയിൻ വഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ഈ പാനപാത്രം ഒന്ന് നീക്കി തരണമേ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ. എങ്കിലും nevertheless it is not my will, let thy will be done. എൻ്റെ ഹിതമൊന്നും വേണ്ട കർത്താവേ, അവിടുത്തെ ഹിതം നിറവേറണമേ. തകരുന്ന ക്രിസ്തു ഗസമരാത്തോട്ടത്തിൽ എന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് നമുക്ക് യാഗമാകുന്ന ക്രിസ്തു ഈ പാനപാത്രം എങ്കിൽ പിതാവേ, ഈ ശരീരത്തിൽ വഹിക്കുവാൻ കഴിയുന്നില്ല. ഈ പാനപാത്രം എങ്കിൽ മാറ്റി. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ.
എന്നെ സ്നേഹിച്ച സ്നേഹമേ, എത്ര പേര് ഇപ്പകൽ പറയും, യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യരാക്കുവാൻ എനിക്ക് വേണ്ടിയാകുവായ ക്രിസ്തു. എനിക്ക് വേണ്ടി യാഗമായവൻ എന്നെ സ്നേഹിക്കുവാൻ, എന്നെ ദൈവമാക്കുവാൻ എനിക്ക് റെഡിയാകുവായ ദൈവസ്നേഹം. ഈ മേശ വിളിച്ച് പറയുന്നു, സാം ജോർജ്, നിന്റെ യോഗ്യത കൊണ്ടല്ല സ്വർഗരാജ്യത്തിൽ നിന്നെ ഇരുത്തുവാൻ. ഈ രാവിലെ നമ്മുടെ ഹൃദയം നന്ദിയാണ് നിറയട്ടെ, അന്യചിന്തകളൊന്ന് മാറട്ടെ, ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഇന്ന് രാവിലെ ഇറങ്ങട്ടെ. യോഗ്യതയില്ലാതിരുന്ന പോലെ യോഗ്യനാക്കിയ ദൈവസ്നേഹം. വിശേഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ടൈമിൽ നിർത്തേണ്ടതുകൊണ്ട്, നമ്മെ സ്നേഹിച്ച സ്നേഹം, ഈ അപ്പം തകരുന്ന ക്രിസ്തുവിൻ്റെ ശരീരം, അടിയേൽക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരം ചാട്ടവാറുകൊണ്ട്, ഇരുമ്പ് ഹൂക്ക് കൊണ്ട് അടിച്ചു വലിക്കുമ്പോൾ, മാംസം കീറിപ്പോകുമ്പോൾ ആദ്യമേ നമ്മുടെ കൈയെന്ന് പറയുമ്പോൾ നമ്മുടെ വേദന എത്രമാത്രമെങ്കിൽ, ആ ചാട്ടവാറുകൊണ്ട്, ആ ഹൂക്ക് കൊണ്ട്, കമ്പി കൊണ്ട്, മുള്ളുകൊണ്ട് ആ ബോഡിയിൽ നിന്ന് മാംസം വലുതായി പറിച്ചെടുക്കുമ്പോൾ, പിതാവേ അവിടുത്തെ ഹിതം നടക്കട്ടെ. മലബാർ 2024 IPC സ്റ്റേറ്റ് കൺവെൻഷൻ ഇരിക്കുന്ന എന്നെ നിങ്ങളെ ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, ആ കഷ്ടം നമുക്കായി സഹിച്ചു. ഇതൊരു എക്സ്പ്ലനേഷൻ ആണ്. നമ്പർ 2, ഇതൊരു എക്സാമിനേഷനാണ്, ശോധനയാണ്. പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുക. മുന്നും പുറവും ഇരിക്കുന്നവരെ നോക്കാനല്ല പറഞ്ഞത്, ഇടവും വരവും ഇരിക്കുന്നവരെ നോക്കുവാനല്ല പറഞ്ഞേ, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം. എന്താണ് ശോധന ചെയ്യേണ്ടത്? 1, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരം. 2, നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങിയ എല്ലാ വാക്കുകളും, ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങിയ ഓരോ വാക്കുകളും, ഓരോ ഫോൺ കോൺവെർസേഷനും, ഓരോ ചാറ്റ് മെസ്സേജും, വാട്സപ്പ് മെസ്സേജും, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങിയ എല്ലാത്തിനെയും ഇന്ന് രാവിലെ ക്രൂശിന്റെ ചുവട്ടിൽ നമുക്ക് വെച്ച് ദൈവത്തോട് ഏറ്റു പറയാം. തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. ഈ അപ്പത്തെയും ശരീരത്തെ വിവേചിക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ശോധന ചെയ്യാം. കർത്താവേ, അവിടുത്തെ വിശുദ്ധിക്ക് നമ്മളെല്ലാ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി, നമ്മുടെ മാനദണ്ഡമൊക്കെയാണ്. ഏത് വേണ്ടാത്ത കാര്യം ചെയ്താലും നമുക്ക് ന്യായീകരണമുണ്ട്, നമുക്കൊരു സെൽഫ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. പൗലോസ് ഓർപ്പിക്കുന്നു, നമ്മുടെ ന്യായീകരണം ഒന്നുമല്ല വേണ്ടിയത്, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി. പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് വിരോധമായി പൊങ്ങിയ എല്ലാ ഉയർച്ചകളെയും പിടിച്ചടക്കുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ ഈ പേശ സംബന്ധിക്കുമ്പോൾ നമുക്ക് നമ്മെ ശോധന ചെയ്യാം. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ വിശ്വാസികളെ പാസ്റ്റർമാരും ശോധന ചെയ്യുവാനല്ല, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം. ഇന്ന് രാവിലെ അങ്ങനെ ശോധന ചെയ്യാതെ ഈ മേശയിൽ കൈനീട്ടരുതേ. ഒരു ദൈവദാസന്റെ ആത്മീക അധികാരത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു, തന്നെ താൻ ശോധന ചെയ്ത് ശുദ്ധീകരണം പ്രാപിക്കാതെ ഈ മേശയിൽ ഇന്ന് രാവിലെ ആരും പങ്കുകൊള്ളരുതേ. സ്തോത്രം. വചനം പറയുന്നു, തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യും. നമുക്ക് അമ്മയെ ശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ശോധനയ്ക്ക് മരുന്നുണ്ട്.
രോഗത്തിന് മരുന്നുള്ളത് പോലെ നമ്മെ ന്യായീകരിച്ച് ശുദ്ധീകരിക്കുവാൻ യോഹന്നാൻ ഇങ്ങനെ ഓർപ്പിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഒരു പാപം ചെയ്തെങ്കിലോ, എന്തുകൊണ്ടെന്നാ ഐപിസിക്കാരുടെ കൺവെൻഷനാണ്, അതോ എല്ലാവരും ക്രൂശിനെ ധ്യാനിച്ചിരിക്കുന്ന വിട്ടുപോയതാണ്. യേശുവിൻ്റെ രക്തം, നിങ്ങളൊരു പാപം ചെയ്തെങ്കിലും ഇന്ന് രാവിലെ ആ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം. എല്ലാ ഹൃദയം ഇന്ന് രാവിലെ തുറക്കട്ടെ, എല്ലാ വായികളും തുറക്കട്ടെ. നമുക്കെന്ന് പറയും, കർത്താവേ, ആ ക്രൂശിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കട്ടെ, എൻ്റെ വായിൽ തൊടട്ടെ, എൻ്റെ ഹൃദയത്തിൽ വരട്ടെ, എൻ്റെ കൈകളിൽ വരട്ടെ. ആ രക്തത്തിൽ നിന്ന് രാവിലെ നമുക്ക് ആശ്രയിക്കാം. അശുദ്ധിയോടെ ഈ മേശയിൽ ആരും പങ്കുകൊള്ളരുത്. ശുദ്ധീകരണം പ്രാപിക്കാതെ ഈ മേശയിൽ ആരും പങ്കുകൊള്ളരുത്. വേഗത്തിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്പർ 3, ഇറ്റ് ഈസ് എൻ എക്സ്പെക്റ്റേഷൻ. 1, ഇതൊരു എക്സ്പ്ലനേഷനാണ്. 2, ഇതൊരു എക്സാമിനേഷനാണ്. നമ്പർ 3, ദിസ് ഈസ് അൻ എക്സ്പെക്റ്റേഷൻ. ഇതൊരു പ്രതീക്ഷയാണ്. പൗലോസ് ഭൂത വർത്തമാന ഭാവി കാലങ്ങളെ 1 കൊരിന്ത്യർ 13 ഓർപ്പിക്കുന്നു. ആ ഭാഗങ്ങളും ഞാൻ പറയുന്നില്ല. നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്ന് ഓർപ്പിക്കുന്നു. ഞാൻ വരുവോളം ചെയ്വീൻ എന്ന് പറഞ്ഞാൽ വരുവോളവും, അൻറ്റിൽ ഐ കം, ഞാൻ മടങ്ങി വരുന്നവരെ നിങ്ങളത് അനുഷ്ഠിക്കണം. ഈ മേശ വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. നമുക്ക് വേണ്ടി യാഗമായവൻ, നമ്മെ സ്നേഹിച്ചവൻ, നമ്മെ മക്കളാക്കിയവൻ, നമ്മെ സ്വന്തമാക്കിയവൻ, നമ്മെ സ്വർഗരാജ്യത്തിൽ ഇരുത്തുവാൻ നമ്മോട് വാഗ്ദത്തം ചെയ്ത യേശു ഇതുവരെയും മടങ്ങി വന്നില്ല. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും വേദനകളും ഭാരങ്ങളും ഒക്കെ ഉള്ളപ്പോഴും, കണ്ണുനീരൊക്കെ ഉള്ളപ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആരും എന്താ ദൈവസന്നിധി വിട്ട് ഓടാത്തത്? ഈ ലോകത്തിലെ ജീവിതം മാറിക്കഴിയുമ്പോൾ എനിക്കൊരു നിത്യതയുണ്ട്. തീർന്നു പോകാത്ത ഒരു വാസമേക്ക് സ്വർഗത്തിലുണ്ട്. ആ യേശു മടങ്ങി വരുമെന്ന് ഈ മേശ ഓർപ്പിക്കുന്നു. മടങ്ങി വരുമ്പോഴും അൻറ്റിൽ ഐ കം, ഞാൻ മടങ്ങി വരുന്നവരെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു, അഴുക്കുള്ളവനെ അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവനെ അനീതി ചെയ്യട്ടെ, നീതിമാൻ തന്നെ നീതീകരിക്കട്ടെ. ഇന്ന് രാവിലെ ഈ മേശയിൽ വിശുദ്ധിയോടെ നാം സംബന്ധിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ കർത്താവ് വരാറായി. ലോകത്തിലെ സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു. നമ്മുടെ കണ്ണീരെല്ലാം അവൻ തന്നെ തുടച്ചു കളയും. ഇനി മരണമില്ല, ദുഃഖമില്ല. ആ നാട്ടിൽ, ആ നല്ല ദേശത്തിൽ, നിത്യമാ പ്രകാശത്തിൽ അംശയായി തീരുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ഇവിടെ പോകണം. ഇന്ന് ഈ മേശയെ സംബന്ധിക്കുന്ന ആരും കൈവിടപ്പെട്ടു പോകരുതേ. വിശുദ്ധിയിൽ ജീവിക്കാം, ജീവിതത്തെ ക്രമീകരിക്കാം, നമുക്ക് ഏറ്റുപറയാം, കർത്താവ് വരാറായി. ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, എൻ്റെ വീണ്ടും എൻ്റെ വീണ്ടെടുപ്പാട് ജീവിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കും എന്ന് ഞാൻ അറിയുന്നു. അത് ഞാൻ ചെയ്യും, അത് ഞാൻ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. ആ പ്രത്യാശയുള്ള കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഇന്ന് രാവിലെ പ്രത്യാശയുള്ള മാത്രം എൻ്റെ കർത്താവിനെ കാണുമെന്ന് ഉറക്കെ പറയുവാൻ കഴിയുമോ? ഞാൻ എൻ്റെ കർത്താവിനെ കാണുവാൻ പോകുകയാണ്. ഈ മേശ അതാണ് വിളിച്ചു പറയുന്നത്, യേശു വരാറായി, വിശുദ്ധരെ ചേർക്കുവാൻ യേശു വരാറായി. ഈ മേശ വിശുദ്ധിയോടെ നമുക്ക് പങ്കെടുക്കാം. ഇതൊരു എക്സ്പ്ലനേഷനാണ്, ഇതൊരു എക്സാമിനേഷനാണ്, ഇതൊരു എക്സ്പെക്ടേഷനാണ്. കർത്താവ് വരാറായി. ഈ മേശയെ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ തകരട്ടെ. ആ ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയട്ടെ. നമുക്ക് ശോധനയുണ്ട് ഈ മേശയെ സംബന്ധിക്കാൻ. കർത്താവ് നമുക്കിടയാക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.